അനുമോൾ ഓവർ ആക്ട് ചെയ്ത് ടാസ്ക് കുളമാക്കി. അനുമോൾ മാത്രമല്ല അനീഷും ഓവർ ആക്ടിങ് ആയിരുന്നു. ആകെപ്പാടെ റെന മാത്രം കുറച്ച് നന്നായിട്ട് ചെയ്തു. ഇതാണ് അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസിൻ്റെ അഭിപ്രായം. ഇതെന്താണെന്ന് വെച്ചാൽ ലൈവിൽ ഒരു ടാസ്ക് നടന്നിരുന്നു. നൂതില ചെരുപ്പ് ഫാക്ടറിക്ക് വേണ്ടിയിട്ട് ഒരു ആഡ് തയ്യാറാക്കണം, അതായത് ഒരു പരസ്യം തയ്യാറാക്കണം. നൂതില ചെരുപ്പ് ഫാക്ടറിക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് പരസ്യം തയ്യാറാക്കേണ്ടത് എന്ന് ബിഗ് ബോസ് പറഞ്ഞു. അതുപോലെ ഈ ഒരു പരസ്യം തയ്യാറാക്കേണ്ടത് സർക്കസ് കൂടാരം എന്ന ടാസ്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ അരമണിക്കൂർ അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം കൊടുത്തു. അങ്ങനെ അവരൊരു സ്ക്രിപ്റ്റ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ അതിനനുസരിച്ച് അവർ പെർഫോം ചെയ്യുന്നു. അനീഷ് റെനയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നു. ജിസേല് സ്കൂൾ ടീച്ചർ, 3 പേര് സൂപ്പർ ഹീറോസ്, അനുമോൾ പ്രവീണും സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾ. അപ്പോൾ ഇതിൽ റെന മാത്രം അത്യാവശ്യം നന്നായിട്ട് ചെയ്തു. ബാക്കി എല്ലാവരും തന്നെ വളരെ മോശമായിരുന്നു. മാത്രമല്ല സ്ക്രിപ്റ്റും ഒട്ടും കൊള്ളില്ലായിരുന്നു, വളരെ ബോറായിരുന്നു എന്ന് അവിടെ ഇരിക്കുന്ന കാണികളെല്ലാവരും തന്നെ അഭിപ്രായപ്പെട്ടു. ഗോൾഡ് കോയിൻ കൊടുക്കാനേ തോന്നുന്നില്ല. പിന്നെ ലക്ഷറി ബജറ്റ് പോയിന്റ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണല്ലോ പണിപ്പുരയിൽ കയറുന്നത്. അങ്ങനെ പണിപ്പുരയിൽ കയറണമെങ്കിൽ ഗോൾഡ് കോയിൻ കിട്ടണം. അതുകൊണ്ട് മാത്രം ഗോൾഡ് കോയിൻ തരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും തന്നെ ഗോൾഡ് കോയിൻ പലർക്കായിട്ട് കൊടുക്കുന്നു. റെനയ്ക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അനുമോൾ ഓവർ ആക്ടിങ് ആയിരുന്നു, അനീഷും വെറുപ്പിച്ച് കളഞ്ഞു എന്നൊക്കെയാണ്. പക്ഷേ അനീഷ് നന്നായിരുന്നു എന്ന് പറഞ്ഞവരുമുണ്ട്. എന്തായാലും ടാസ്ക് അവർ ചെയ്ത് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്കെന്തോ ഒരു ടാസ്ക് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെയാണ് തോന്നിയത്. നല്ല രീതിയിൽ തന്നെ നല്ലൊരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ ഗോൾഡ് കോയിൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് ലൈവിൽ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആക്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ബിഗ് ബോസ് സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.